ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ഇഡലി ഉണ്ടാക്കുന്ന അപ്പുറത്ത് ചായയൊക്കെ തിളച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കേക്ക് ഉണ്ടാക്കിയില്ലേ, അപ്പം സാധാരണ ഇവിടെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ നമ്മൾ റീച്ച നല്ലതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നെന്ന് പറയും. അപ്പോൾ ഇത് കഴിച്ചപ്പോഴേ ആൾ പറഞ്ഞു നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ചുരുക്കം ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ചോദിക്കാതെ തന്നെ പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരൊക്കെ മാർക്ക് തരുവാണെങ്കിൽ പിന്നെ എനിക്ക് ഫുൾ ഗ്യാരൻ്റി ആയി അത് നല്ലതായിരുന്നെന്നുള്ളത്. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അതേ മെത്തേഡിലൊന്നും ചെയ്തു. അതേസമയം മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ തൈര് ചേർക്കാം കേട്ടോ. മുട്ടയ്ക്ക് പകരം തൈര്, അരക്കപ്പ് തൈര് ചേർക്കുക. അപ്പം ഞാനിവിടെ ചായയൊക്കെ റെഡിയായി. അതൊക്കെ ഒന്ന് ആറ്റിച്ച് കുടിക്കാനുള്ളവർക്കൊക്കെ ചായ എടുക്കട്ടെ. ഇപ്പോൾ ഞാനവിടെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ. അതിനൊരു ഇച്ചിരി ചെറുതായിട്ടൊന്ന് ഇച്ചിരി കടുക് താളിക്കുന്നുണ്ട്. ഇച്ചിരി പൊട്ടുകടലയൊക്കെ അരച്ച ചമ്മന്തി കേട്ടോ. പൊട്ടുകടല അരയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, ആദ്യം തേങ്ങയും ഉള്ളിയും പച്ചമുളകും എല്ലാം ആദ്യം നന്നായി അങ്ങ് അരയ്ക്കും. പിന്നെ പൊട്ടുകടല ഇട്ടതിന് ശേഷം ഇത്തിരി റവയുടെ കൂട്ട് തരിതരിപ്പ് പോലെ ഇച്ചിരിയും കൂടെ കൂടുതൽ തരിതരിപ്പോടുകൂടി ഞാൻ പൊട്ടുകടല അരയ്ക്കാറുള്ളൂ. അല്ലെങ്കിൽ അങ്ങ് മറ്റേത് അങ്ങ് ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ ഞാൻ അരയ്ക്കാറില്ല. ഞാൻ ഇച്ചിരി കടുക് പൊട്ടിച്ചിട്ട് ഈ നമ്മുടെ ചമ്മന്തി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് തിളപ്പിക്കത്തില്ല, ജസ്റ്റ് അതൊന്ന് ചൂടാകാൻ വേണ്ടി ഈ കടല നമ്മൾ ചേർത്തത് കൊണ്ട് അത് നമ്മൾ ഇളക്കാതിരുന്നാലേ അടിക്ക് പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതൊന്ന് ഇച്ചിരി ഒന്ന് കുറുകി വരും. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇഡലിയൊക്കെ റെഡിയായി. അതൊക്കെ ഒന്ന് ഇളക്കിയിടട്ടെ. ഇപ്പോൾ പോൾ രാവിലെ എണീറ്റ് വന്നെ പറഞ്ഞ് ഇച്ചിരി ചൂടുവെള്ളം വേണമെന്ന് കുടിക്കാൻ ഫ്ലാസ്കിൽ. കാരണം ഈ ക്യാമ്പ് മീറ്റിംഗ് ഒക്കെ ആയിരുന്നല്ലേ. അപ്പോൾ രാത്രി ഇവർ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞതാ ഇവരൊക്കെ വെളിയിൽ നിന്ന് ഈ സ്പ്രൈറ്റും ഇതൊക്കെ വാങ്ങിച്ച് കുടിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത്തിരി തൊണ്ടയ്ക്കൊരു തൊണ്ടയ്ക്ക് കിഷ്കിഷായി. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി വെള്ളം എനിക്ക് ചൂടുവെള്ളം വേണമെന്ന്. അങ്ങനെ ഇനി അവന് ഫ്ലാസ്കിൽ 2 ദിവസം എനിക്ക് ചൂടുവെള്ളം കൊടുക്കട്ടെ. പോൾ എന്തോ വന്നാലും ഒത്തിരി അങ്ങ് സൈൻ ചെയ്യും. പക്ഷേ പ്രേസൻ അതുപോലല്ല. പോളിൻ്റെ അടുത്ത് നമ്മൾ അങ്ങോട്ട് എന്തോ വയ്യാടാന്ന് ചോദിക്കുവാണെങ്കിൽ അവൻ വയ്യാന്ന് പറയത്തുള്ളൂ. ഇതിപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു. ഇപ്പം കഴിവതും പനിയോ വല്ലതും ആണെങ്കിൽ അവനെ അങ്ങ് കൊണ്ടു നടക്കും. അവൻ്റെ പപ്പായും അതുപോലെ ഒത്തിരി സഹനശക്തിയുള്ള ആളാണ്. പക്ഷേ പ്രേസമോൻ അങ്ങനല്ല. റേച്ചാൻ അങ്ങനെ അസുഖം വരാറില്ല പെട്ടെന്ന്. ഈ ചുമയൊക്കെ വന്നാൽ പിന്നെ അത് നിൽക്കാൻ 1 മാസം എടുക്കും. അപ്പം ചമ്മന്തിയൊക്കെ കൂട്ടി ഞാനും കഴിച്ചു ഇഡലി. അങ്ങനെ അന്നോടെ വെക്കുന്നത്, ഇങ്ങനെ ഇവിടെ വെക്കുന്നത് മക്ക കുൾഫി. തുറന്നേ. ഒരു സ്പൂൺ എടുത്ത് ഒരു ബൗളെടുത്ത് ഒരു സ്പൂൺ ഈ അപ്പച്ചനൂടെ കൊടുക്കും. ബൗളിൽ എടുക്കാനില്ല, ഒരു സ്പൂണിലും കൊടുത്താൽ മതി. എനിക്ക് വേണ്ട, ഒരു ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ കൈ തന്നാ മതി. മോനിപ്പോ ചൂട് വെള്ളം കുടിച്ചത്, അതാണ്ട് തണുപ്പായത് ചൂട് വെള്ളം. ഇപ്പം പോൾമോൻ വെളിയിൽ പോയെണ്ണെ വാങ്ങിച്ചോണ്ട് വന്നേ പപ്പ വാങ്ങിച്ചു കൊടുത്തു. പപ്പാടുത്ത് ചോദിച്ചു ഇവന്മാരും ഇതൊക്കെ എവിടെ കണ്ടു പഠിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മട്ക കുൾഫി. അപ്പം ഞാൻ ചിന്തിച്ച് തണുപ്പല്ലെന്നും പറഞ്ഞിരുന്നയാ. അത് ആകെ ഒരു ഇത്തിരി ഉള്ളു. അതിപ്പം ഇല്ല കിണ്ടർ ജോയ് പോലെ എല്ലാവർക്കും കൂടെ ഓരോ സ്പൂണിൽ ഇച്ചിരി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ട് പ്രൈസനോടെ ഭയങ്കര പാട്ട്. ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്തതാ. വീഡിയോ അവൻ കണ്ടാവൻ നിർത്തും.
മമ്മി റൈസൻ വിചാരിക്കും അമ്മമ്മ അവനെ രാത്രിയിൽ വിടും. വിടത്തില്ല. അവൻ പറയുവാ മമ്മി എനിക്ക് ഞാൻ ഇച്ചിരി എഴുതിയാൽ മമ്മി എനിക്ക് വിടും. പിന്നെ ആര് പറഞ്ഞങ്ങനെ? ഞാനവ ഫുള്ള് കറക്റ്റ് എഴുതാതെ ഞാൻ വിടത്തില്ല. മൊത്തം ബുക്കും എടുത്ത് തുറന്നു വെച്ചോണ്ട് അമ്മ ഇച്ചിരി എഴുതിയ ഉടനെ വിടുമെന്നും പറഞ്ഞിരുന്നു. ഞാൻ വിടത്തില്ല പ്രൈസൻ. അമ്മയുടെ സോക്കേടല്ല, അമ്മയുടെ സ്വഭാവം. രാത്രിയില് 7 o'clock എനിക്ക് ക്വസ്റ്റ്യൻ എഴുതും. ഞാൻ അതിന്റെ ആൻസർ ഞാൻ അമ്മയ്ക്ക് പറയും. രണ്ടുപേരും ഇരുന്നോ ബുക്കും തുറന്നു വെച്ചിട്ട്? ഞാൻ 6 മണിക്ക് പോകും, ഞാൻ 7 മണിക്ക് പോകുമെന്നും പറഞ്ഞു. എനിക്ക് അറിയാം. ഈ ബ്ലോക്ക് കൊണ്ട് കളിക്കുക. 30 സെക്കൻഡ് അണ്ടർ ഞാൻ പ്ലെയർ ഉണ്ടാക്കും, ഇതുണ്ടാക്കും, അതുണ്ടാക്കും പറയുന്നു. അവൻ പ്രോപ്പർട്ട് കളിക്കുവായിരുന്നു. ഇതിനൊക്കെ അവൻ പ്രോപ്പർട്ട് കളിക്കുവായിരുന്നു. ഇപ്പം വീഡിയോ അവിടെ പോയി പ്രോപ്പർട്ട് എടുത്തെറിഞ്ഞു. രണ്ടുപേരും എഴുത്. സമയം ഇത്രയായി, പഠിക്കാൻ നോക്ക്. ബുക്ക് എന്ത് ചെയ്തോണ്ട് അവിടെ നിന്ന് ഏതെങ്കിലും ബുക്ക് എടുക്ക്. അവിടെ സ്റ്റാൻഡിന് അവിടെ വെച്ചിട്ടുണ്ട്. ഈ കബോർഡ് അടച്ചേ. ആരാ ഇപ്പൊ കബോർഡ് തുറന്നേ? ഡ്രോയിങ് ബുക്ക് എന്താ പറയാ, ഞാൻ ആളെ വാങ്ങിക്കാം. ഓക്കെ. कोरोना पेट में बस पीछे ഇവിടെ പോയി പടിയുടെ പിള്ളേരെ എന്റെ ജോലി നടക്കത്തില്ലടാ. ഇവിടെ പ്രൈസ് ഫോണിൽ ഞാൻ അടിക്കും. ഞാൻ എന്താടാ ഇവിടെ അവരെ വിട്ടിട്ട് പോവാ. നീ പോയി പടിയുടെ പോളെ. വേണ്ട, നീ പൊട്ടിലും ഞാൻ അവന്റെ प्रैसन मैं तेरे को पहले मारता हूं ना, तू मेरे एक हाथ का नहीं समझा ना, समझा कि नहीं? एंड कई बोलेला नहीं एड़ा नी पो പ്രൈസം പറഞ്ഞ് അവനെ ഇക്കിളിട്ടാ അവൻ ചിരിക്കത്തില്ലെന്ന്. അതിന് അവനെ ഇക്കിളിട്ട് നോക്കുക. കുറച്ചു നേരം അവൻ ചിരിക്കാതെ നിന്ന് പിന്നെ അങ്ങ് ചിരി പൊട്ടിപ്പോയി. കൊള്ളത്തിലായിരുന്നു. അങ്ങോട്ട് അവിടെ പോടാ. എന്തോ ട്രൈ കറന്നേക്കോ.
ഇന്ന് ഇവന്മാർ രണ്ടും കൂടെ പ്രൈസൻ ഞോണ്ടി അവൻ്റെ അടുത്ത് അച്ചച്ചന്ന് പറഞ്ഞ് ചെല്ലും. എന്നിട്ട് രണ്ടും കൂടെ കീച്ചിക്കൊണ്ട് നിൽക്കും. പ്രൈസൻ ഞോണ്ടുകയും ചെയ്യും. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പ്രൈസൻ ഞോണ്ടുന്ന കാണത്തില്ല, മറ്റവൻ ഞോണ്ടുന്ന കാണുന്നത്. രണ്ടും കൂടെ എന്നെ ഇന്ന് വട്ടം കറക്കുമായിരുന്നു. പോൾ ആദ്യം ഇന്ന് മൊത്തം 2-3 ദിവസത്തെ ഈ ഷീറ്റ് ഇങ്ങനെ പെൻഡിങ് കിടക്കുമായിരുന്നല്ലേ. അപ്പോൾ ഷീറ്റ് ഇടാൻ നോക്കിയിട്ട് അവന് പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു നീ ഇട്ടിട്ട് പോ, ഞാൻ ചെയ്തോളാന്ന്. അപ്പോൾ പ്രൈസൻ എന്തോ ഡ്രോയിങ് വരച്ചത് കൊണ്ട് കാണിക്കുക. അപ്പം അതിൻ്റെ ബഹളം രണ്ടും കൂടെ. വലിയവൻ പറയും അയ്യേ ഇത് കൊള്ളത്തില്ല, മറ്റവൻ പറയും താണ്ട ഇത് നല്ലതാന്ന് പറയും എന്നെ കൊണ്ട് കാണിക്കുക. ഞാൻ പറഞ്ഞു രണ്ടിനും ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും, മാറിപ്പോയിക്കോ, എൻ്റെ ജോലികളൊന്നും നടന്നിട്ടില്ലെന്ന്. ये देखो, ये अच्छा है। क्या हुआ? इसमें प्रॉब्लम क्या हुआ? वो अच्छा है। मम्मी को तेरे को अच्छा बुरा नहीं बोलने का करके बोलता नहीं है, वरना मम्मी के मन का बात ना बोलता। वो अच्छा ये टट्टी है। ये तेरे टकला पुरता बेचारा शर्म पावा ये कोई तो चम्मल हो गया, प्रेजेंट चम्मल हो गया, चम्मल। അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ. मैं क्या बोलता हूँ, डॉन बॉस्को स्कूल में अभी हम लोग अपना कैंप मीटिंग करते हैं। नहीं इतने जन नहीं है ना। എടാ നിങ്ങളൊന്ന് പോടാ പിള്ളേരെ, പോടാ തുണി എടുത്ത് പോയി വിരി. क्यूट गाल है। उसको पता नहीं चला तो पड़ी कर हिला। ഇനി നിങ്ങളുടെ കളി കാര്യമാവും. ആ कोई भी मुझे रोक नहीं सकता, तेरे मारना। എടാ इसको लेगा ഞാൻ വടിയെടുക്കട്ടെ, ഞാൻ ഇനി വടിയെടുക്കും. നീ എന്താ അവരുടെ അടുത്തോട്ട് പോകാൻ പോയെ? क्यों मेरे पास है? അവിടെ ഇരുന്നോനെ നീ അല്ലേ പോയി അച്ചച്ചന്ന് പറഞ്ഞ് വിളിച്ചത്? हाँ तो मत मारना। പോളാ തുണി പോയി വിരി. तुमने मेरी क्या? पिंकी प्रॉमिस। तो तुमने मेरी क्या? पिंकी प्रॉमिस में तेरे को എടാ प्रॉमिस नहीं करने का। നീ ഒരു ദിവസം എടുത്തിട്ട് പിന്നെ അതിന്റെ കീഴി വെച്ചിരുന്നു, പിന്നെ അതുകൊണ്ടാണ് ഞാൻ എടുത്തോണ്ട് പോയത്. അപ്പം ഈ ദിവസം ഞാൻ 2 ദിവസത്തിന് മുമ്പിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പം ഞാൻ ഈ മസാല ഞാൻ പറഞ്ഞില്ല, ഈ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മസാല ഉണ്ടാക്കിയെന്ന്, ഉള്ളിയൊക്കെ വഴറ്റി വെച്ചത്, അത് ഈ ദിവസമായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്നൊരു ഇച്ചിരി ഒരു തവി ആ മസാലക്കൂട്ടെടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർക്കുന്നത്, ഒരു മുട്ടക്കറി വയ്ക്കാനാണ്. അപ്പം ഞാൻ ഈ ഇത്രയും മസാലയിൽ നിന്ന് ഈ മുട്ടക്കറി ഉണ്ടാക്കി, അന്ന് അപ്പത്തിനൊരു മുട്ടക്കറി ഉണ്ടാക്കി, പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പോൾ അത്രയും മെനക്കെട്ട് നമ്മൾ മസാല ഉണ്ടാക്കിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ, ഇപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ഒരു നമുക്ക് കടലക്കറി, മുട്ടക്കറി, ഇങ്ങനെയൊക്കെ കിഴങ്ങേറിയൊക്കെ ചെയ്യാനാണെങ്കിൽ ഇത്രയും ബൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് അതിനകത്ത് തേങ്ങായുടെ അരച്ചൊക്കെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ മുട്ട ഒരു 5-6-7 മുട്ട അങ്ങ് ഇട്ടു, 6-7 മുട്ട പുഴുങ്ങി അതൊന്ന് പൊളിച്ചെടുക്കട്ടെ. എന്നിട്ട് ഇനി നമുക്ക് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ മുട്ടക്കറി ഉണ്ടെങ്കിൽ പ്രൈസമ്മോൻ 2 നേരവും ചപ്പാത്തി ആയിക്കോളും. അപ്പോൾ ചപ്പാത്തിക്ക് ചിലപ്പോൾ ഗ്രേവി മാത്രം കൊടുത്താൽ അവൻ പറയും മുട്ടയില്ലോന്ന്. അപ്പം ഞാൻ ഒരു മുട്ട മുറിച്ചിട്ട് 2 പേർക്ക് കൂടെ കൊടുക്കും. 2 മുട്ടയൊന്നും ദിവസം അങ്ങനെ കഴിക്കണ്ട എന്നുള്ള ഇതിൽ. മുട്ടക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്കങ്ങ് ചപ്പാത്തിക്കാർക്ക് അവർക്ക് കഴിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ തോരനൊക്കെ വെക്കുന്നത്, സാവകാശം പിന്നെ കൂട്ടാനൊക്കെ വെച്ചാൽ മതി. പതുക്കെ തിന്ന്, പതുക്കെ മുറി, എന്നിട്ട് കഴിക്കുമ്പോൾ ഇവിടെ ഒന്നും ആക്കല്ല്. പ്രീസൻ വാ തുറന്നോണം, ചോവിന് വാ തുറന്നിട്ട് വേണം വായിടാൻ. അത്രയും വാ തുറക്കേണ്ട ആവശ്യമുണ്ടോടാ?
അതെനിക്ക് തോന്നുന്നു നീ കറി കൂടുതൽ മുക്കിയിട്ടായിരിക്കും ഇങ്ങനെ ഒലിച്ച് പോന്നേ. ഇങ്ങോട്ട് നോക്കട്ടെ. ആ അപ്പോൾ ഞാൻ പ്രൈസിനോട് പറയുമായിരുന്നു, പ്രൈസൻ ചിലപ്പം അവനിങ്ങനെ വലിയ പീസ് എടുത്ത് കട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ കറി മുക്കി ആ കറി ചിലപ്പം ആ താടി കൂടെ ഒലിക്കും. അപ്പോൾ അത് കാണുന്ന ചിലപ്പോൾ വീട്ടിലാണെങ്കിൽ പോട്ടെ, വെളിയിലെങ്ങാനും പോയി കഴിക്കുന്നുണ്ടേ ചില വേറെ ആർക്കെങ്കിലും അത് കാണുകയാണെങ്കിൽ ഇഷ്ടം വരത്തില്ലല്ലേ, ഒരു വല്ലാതായിരിക്കും. നമുക്ക് എല്ലാവർക്കും അതുപോലെ. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ ചെറുതായിട്ട് അങ്ങനെ ഇങ്ങനെ ആക്കല്, ചെറുതായിട്ട് കറി കുറേശ്ശെ മുക്കി ചെയ്യുമെന്ന് പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ ഞാൻ കാബേജൊക്കെ അരിഞ്ഞായിരുന്നു, കാബേജ് തോരനൂടെ വെച്ചിട്ടുണ്ടേ. പിന്നെ വൈകിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് നടക്കാൻ പോകണേ, അവിടെ ഇരുന്നുണ്ടേ പ്രീസമ്മോനും കൂടെ ഉണ്ടായിരുന്നു. അവൻ എന്നെ കാണിച്ചത്, മമ്മീ നോക്കും മേളി റോക്കറ്റ് പോയതാ ഇങ്ങനെ ലൈനായിട്ട്. പണ്ട് നമ്മൾ നാട്ടിലേക്ക് സ്ഥിരം റോക്കറ്റ് പോകുന്നത് കാണുമായിരുന്നു, അതുപോലെ മഴവില്ല്. ഇപ്പോൾ ഒന്നും ഞാനത് കാണാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.